നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. കർത്താവായ യേശുക്രിസ്തു ശാസ്ത്രിമാരെ ശാസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന് 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. കർത്താവായ യേശുക്രിസ്തു ഇതിനോടകം ഒരുപാട് അടയാളങ്ങൾ കരയിലും കടലിലും രോഗികളിലും എന്തിന് മരിച്ചവരിലും ഭൂതഗ്രസ്തരിലും ഒക്കെ ചെയ്തു കഴിഞ്ഞു. വെള്ളത്തെ വീഞ്ഞാക്കി, വെള്ളത്തിൻ്റെ മീതെ നടന്നു, കാറ്റിനെയും കടലിനെയും ശാസിച്ച് അമർത്തി, മത്സ്യങ്ങളെ കടലിൽ നിന്ന് തുരത്തി, മത്സ്യങ്ങളെ വലയിൽ അകപ്പെടുത്തി, ഭൂതഗ്രസ്തർക്ക് വിടുതൽ നൽകി, രോഗികൾക്ക് സൗഖ്യം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇതെല്ലാം കണ്ടിട്ടും ഇതൊക്കെ ഭൂതസേവയാലാണ്, ഇതൊക്കെ ദുർമന്ത്രവാദത്താലാണ് എന്ന് പറഞ്ഞു നടന്ന പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്ക വന്നിട്ട് അവർ പറഞ്ഞത്, നീ ഒരു അടയാളം കാണിച്ചു തരണം. വേറൊരു സുവിശേഷത്തിൽ നീ ആകാശത്തിൽ ഒരടയാളം കാണിച്ചു തരണം എന്നാണ്. അവരുദ്ദേശിച്ചത് എന്താണ് എന്നറിഞ്ഞുകൂടാ. ദാനിയേലിന്റെ പ്രവചനത്തിൽ ദൈവം ആകാശത്തിലൂടെ ദേവാലയത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദർശനമുണ്ട്. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു എന്നാണ് ആ വാക്യം. അപ്പോൾ ദൈവം മനുഷ്യാവതാരം ചെയ്യും എന്ന് യഹൂദർ വിശ്വസിക്കുന്നുണ്ട്. അത് ബേത്ലഹേമിലാണ് അങ്ങനെ വാക്യമുണ്ട്. പക്ഷെ അത് കന്യകയിൽ നിന്നായിരിക്കുമെന്ന് യെശയ്യാപ്രവചനത്തിലുള്ളത് അവർ വിശ്വസിക്കുന്നില്ല. അത് വേറെ ആരെക്കുറിച്ചോ ആണെന്നാണ്. അതുകൊണ്ടാണ് ഷണ്ണൻ ഫിലിപ്പോസിനെ ചോദിച്ച്, ഇത് പ്രവാചകൻ തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ പറയുന്നു എന്ന് ചോദിച്ചത്. ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുള്ള ആ കാര്യമാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ സംഭവിക്കുന്നതെന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്. കാരണം ആദാം സൃഷ്ടിക്കപ്പെട്ടത് ഒരു ശിശുവായിട്ടല്ലല്ലോ, പൂർണ്ണ വളർച്ചയെത്തിയ ഒരാളായിട്ടല്ലേ. അപ്പോൾ ഒടുക്കത്തെ ആദാമായ അല്ലെങ്കിൽ 2ാം മനുഷ്യനായ യേശു അല്ലെങ്കിൽ ദൈവം 2ാം മനുഷ്യനായി ദൈവം ഭൂമിയിലേക്ക് വരുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ആളായിട്ടായിരിക്കുമെന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചത്. അതും ഭൂമിയിൽ നിന്നല്ല, ആകാശത്തിൽ നിന്നും. അതായത് ദാനിയേൽ പ്രവചനത്തിലുള്ള ആ വാക്യം, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രവും സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളിൽ വരുന്നത് ഞാൻ കണ്ടു. അത് യേശുവിൻ്റെ 2ാം വരവിൻ്റെ കാര്യമാണ്. പക്ഷേ യഹൂദന്മാർ വിചാരിച്ചിരുന്നത് അത് 1ാം വരവിൻ്റെ കാര്യമാണ്. ജനങ്ങൾ നോക്കി നിൽക്കെ ദൈവം സ്വർഗത്തിൽ നിന്നും ആകാശത്തിലൂടെ ഇസ്രായേലിൻ്റെ രക്ഷകനായിട്ട്, മശീഹയായിട്ട് റോമാ ഗവൺമെൻറ്റിനെ അധീനതയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി വരുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് സാത്താൻ യേശുവിനോട്, നീ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, ദൂതന്മാർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞത് അതാണ്. കാരണം അങ്ങനെയാണല്ലോ നാട്ടുകാർ വിശ്വസിക്കുന്നത്. അതായത് ആകാശമേഘങ്ങളിലൂടെ ദൈവം വരുമെന്ന്. അപ്പോൾ യേശു ദേവാലയത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആ ജനസമുദ്രത്തിൻ്റെ മുകളിൽ കൂടെ മെല്ലെ മെല്ലെ ഇറങ്ങി വരുമ്പോൾ ആളുകൾ വിശ്വസിച്ചു കൊള്ളും. അതായത് അക്കാലത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് നാട്ടുനടപ്പ്, അതിനെ നിലനിർത്തുക, അതായിരുന്നു സാത്താൻ്റെ തന്ത്രം. അതാണ് യേശുവിനോട് പറഞ്ഞത്, നീ ദേവാലയത്തിൻ്റെ അഗ്രത്ത് നിന്ന് ചാടുക. ഇവിടെ പരീശന്മാരും ശാസ്ത്രിമാരും വന്ന് യേശുവിനോട് പറയുകയാണ്,
ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരണം. അത് ആകാശത്തിൽ എന്നാണ് അവർ പറഞ്ഞതെന്ന് മറ്റൊരു സുവിശേഷത്തിലുണ്ട്. യേശു പറഞ്ഞത് ആകാശത്തിലല്ല, ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അടയാളം ഭൂമിയിൽ തന്നെയാണ്. എന്താണത്? യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കും. ചില ആളുകൾ ചോദിക്കുന്നത്, യേശു വെള്ളിയാഴ്ച വൈകുന്നേരം അടക്കപ്പെട്ടു, ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഉയർത്തല്ലോ, അപ്പോൾ എങ്ങനെ 72 മണിക്കൂർ തയ്ക്കുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. 3 രാവും 3 പകലും എന്നുള്ളത് ഒരു യൂസേജാണ്. 3-ാം ദിവസം എന്നുള്ളതിൻ്റെ ഒരു യൂസേജാണ് 3 രാവും 3 പകലും എന്നുള്ളത്. എന്നാൽ വേറൊരു നിലയിൽ 3 രാവും 3 പകലും എന്നുള്ളത് ശരിയാകുന്നുണ്ട്. ഭൂമിക്കുള്ളിലായിരിക്കുമ്പോൾ ഭൂമിയുടെ ഒരു വശത്ത് ഇരുട്ടും മറുവശത്ത് പകലുമാണ്. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച ഒരു സ്ഥലത്ത് പകലും ഒരു സ്ഥലത്ത് രാത്രിയും, ശനിയാഴ്ച ഒരു സ്ഥലത്ത് രാത്രിയും ഒരു സ്ഥലത്ത് പകലും, ഞായറാഴ്ച ഒരു സ്ഥലത്ത് പകലും ഒരു സ്ഥലത്ത് രാത്രിയും. അപ്പോൾ 3 രാവും 3 പകലും എന്നുള്ളതും ശരിയാകുന്നുണ്ട്. 3-ാം ദിവസം എന്നുള്ളതിൻ്റെ ഒരു യൂസേജാണ്. യേശു പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ അടയാളമാണ്. അത് തൻ്റെ മരണത്താലുള്ള അടയാളം. യേശു പറയുകയാണ്, യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നിട്ട് ചെന്ന് പ്രസംഗിച്ചു. നിനവേക്കാർ മൊത്തം 1,20,000 ചെല്ലുവാൻ ആളുകൾ മാനസാന്തരപ്പെട്ടു. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. കല്ലറയിൽ നിന്നും യേശു പുറത്തു വരും. അത് നിങ്ങൾക്ക് അടയാളമാകും. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. യോന അനുസരണക്കേട് കാണിച്ചിട്ടാണ് കടലിൽ പോയത്, മത്സ്യവയറ്റിൽ പോയത്. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവനായ ഞാൻ മരണത്തിന് തയ്യാറാകുകയും നരകം അനുഭവിക്കുകയും മനുഷ്യന് വേണ്ടി ശിക്ഷയേൽക്കുകയും ചെയ്യും. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ എന്നെ വിശ്വസിക്കണം എന്നാണ് യേശു അവരോട് പറഞ്ഞത്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. ദൈവം മനുഷ്യനായി വന്ന് മരിക്കുമെന്നൊന്നും അവർ വിശ്വസിക്കുന്നില്ല. ദൈവം മനുഷ്യനായി വന്ന് ഇസ്രായേലിന്റെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കും എന്ന് മാത്രമേ അവർ വിശ്വസിച്ചിരുന്നുള്ളൂ. ഇതവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കൃപയാൽ നമുക്ക് യേശുവിൻ്റെ മരണത്തെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ നരകമാണ് യേശു അനുഭവിച്ചത്. അവൻ നമ്മളെ സ്നേഹിച്ചു. അവൻ ദൈവപുത്രനാണെന്ന് ഉയർത്തെഴുന്നേറ്റ് തെളിയിച്ച് തന്നു. ആ യേശുവിനെ സ്നേഹിപ്പാൻ നമുക്ക് ഭാഗ്യമുണ്ടായല്ലോ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.